മാറിക്കട്ടോ, മാറിക്ക്. ടിക്കറ്റ് എടുത്തോ. ടിക്കറ്റ് എടുക്കണേ. ഹലോ ചേച്ചി, ടിക്കറ്റ് എടുത്തോണ്ടോ. എവിടെ പോയാ പറവൂര് ഇറക്കി തരാം. അങ്ങോട്ട് പോയാൽ നീ കൊറേ നേരമല്ല ഈ ചേച്ചിനെ മുട്ടിക്കണ. പോരാ ചെല് ഒന്ന് ഒതുങ്ങി വെക്കുക ചേച്ചി കേട്ടോ. സുരേഷേ, ആ സ്കൂള് വിട്ട നേരമായി ആ സ്കൂളിന്റെ മുമ്പിൽ ചവിട്ടല്ലേ. ആ പിള്ളേരൊക്കെ കൂടി ഇടിച്ചു കയറും. 5-6 കിലോ ബാഗും. എനിക്ക് നടക്കങ്ങട് 2000 നോട്ടായിട്ട് വന്നേക്കാണ്. 10 രൂപ ടിക്കറ്റിന്. വണ്ടി നിർത്തേ. എന്താ ചില്ലറ? ആ ഇത് ആദ്യം തന്നാ പോരായിരുന്നാ. ആ വാ ചെല്ലി പോയിരിക്ക്. ആ ചന്ദ്രൂര് കാലൊതുക്കി പറ്റി കേട്ടോ. കമ്പോലിട്ട പോലെയാണ് കാലിൽ വെച്ചോണ്ടിരിക്കണം. ആരാടാ ബെല്ലടിച്ചത്? നീയാണോ ബെല്ലടിച്ചത്? ഞാൻ അടിച്ചില്ല. പിന്നെ ആരാ ബെല്ലടിച്ചത്? ബെല്ലടിച്ച ആരാണത്? ഞാൻ അടിച്ചില്ല. ഇഷ്ടം എന്റെ അടുത്ത് എന്തിനു ചൂടാന്ന്? പിന്നെ അത് തന്നെ അടിച്ചാ? അത് എനിക്കറിയാൻ പാടുണ്ടോ? നീ കേറിയപ്പോ തൊട്ടുള്ള ചോറാണല്ലോ നീ. ഞാൻ ബെല്ലടിച്ചില്ല സുഹൃത്തെ. എന്റെ മേക്കെട്ട് കയറാൻ വരണം. അതൊക്കെ പറഞ്ഞോ. എനിക്ക് അതൊക്കെ തന്നെയാ പറഞ്ഞേ. എന്റെ മേക്കെട്ട് കയറാൻ വന്നാൽ അങ്ങോട്ട് പറയൂ, അത്രേ ഉള്ളൂ. നിനക്ക് എന്താ നിന്നോ ഞാൻ എന്ത് പറഞ്ഞു? താൻ വലിയ ഡാലോ അടിക്കാണ്ട് എനിക്ക് തരാനുള്ള 3 രൂപയും തന്നെ. നിന്റെ 3 കുണുവേം കൊണ്ട് ഞാൻ പോയി കളയണമെന്നല്ല. തരും ചേഞ്ച് ഇല്ലാഞ്ഞിട്ടാണ്. എന്റെ പ്രിയ സുഹൃത്തെ, 3 കുണുവക്ക് തനിക്ക് വലിയ വില ഉണ്ടാവില്ല, പക്ഷെ എനിക്ക് വലിയ വിലയാ. താൻ പൈസ തന്നെ. എവിടെ പോകണ്ട? എനിക്ക് ചേർത്തല. എന്നാ നീ ചേർത്തല പോണ്ട. ഇവിടെ ഇറങ്ങിക്കോ. അത് ശരിയാവില്ല. ഞാൻ ടിക്കറ്റ് എടുത്ത് കയറി. എനിക്ക് ചേർത്തല പോകണം. നീ വണ്ടി ഇറങ്ങിയ അതെങ്ങനെയാ? ഞാൻ ടിക്കറ്റ് എടുത്ത് കയറിയല്ലേ. എന്ത് വണ്ടി എടുത്തു? അല്ലാണോ? എനിക്ക് ചേർത്തല നടന്നു പോയിക്കോ. വീട്ടിൽ പറഞ്ഞുകൊണ്ട് എവിടെയാണ്? ടിക്കറ്റ് എടുത്തില്ല. എല്ലാം കയറി വരുമെന്ന് സാധനങ്ങളൊക്കെ. എവിടെയാണ്? എനിക്ക് ടിക്കറ്റ് വേണ്ട. എന്തേ? ഞാൻ PC ആണ്. ഏത് സ്റ്റേഷനിലാ? അങ്കമാലിലായിരുന്നു ലാസ്റ്റ്. അതെ, റിട്ടയർഡ് ആയിട്ട് 10-20 കൊല്ലമല്ലോ. ഞാൻ ചെറുപ്പം മുതലേ ഉള്ള ശീലമല്ല, അതുകൊണ്ടാണ്. എന്റെ പൊന്ന് സാറ്, PC ആണെന്ന് പറഞ്ഞാൽ വണ്ടി പോകൂല. അതിൽ ഡീസൽ അടിക്കണം. അതല്ലേ പ്രൈവറ്റ് വണ്ടി കയറി. ഓസാരത്തിൽ പോയിക്കോ. കുളിച്ച് യാത്രയായി വന്നേക്കാണ്. ആ ടിക്കറ്റ് എടുത്തോട്ടാ. ഇരുന്ന് കോപ്പളിക്കല്ലേ ചേട്ടാ. അവിടെ ഇറങ്ങിപ്പോ. തന്തേ തന്നോടല്ലേ പറഞ്ഞൊന്ന് ഒതുക്കി വെച്ചിരിക്കേ. പിണങ്ങിക്കൊണ്ടല്ല ചേട്ടാ ഇത്. ഒന്നാമത്തെ ചില്ലറ തരൂല. അതിന്റെ ഇടയ്ക്ക് കാലും നീട്ടി വെച്ചാൽ മുന്നിയും കുത്തി വീഴൂല ഞാൻ. കുത്തിയോട് ഇറങ്ങാണ്ട. ഫ്രണ്ടിൽ ഇറങ്ങാണ്ട. ആ നിന്നിട്ട് ഇറങ്ങട്ടാ. ആ ഓക്കെ പോട്ടെ. പറഞ്ഞാ മതി. ആളിറങ്ങാനുണ്ട് കേട്ടാ. എവിടെ ഇറങ്ങാനാണ്? എവിടെയാണ്? ഇവിടെ ഇറങ്ങാനുണ്ട്. കുത്തിയതോടാ? ഞാനിവിടെ കിടന്ന് കുത്തിയതോടെന്ന് വിളിച്ചത് കൊടുത്ത് കേട്ടില്ലേ തൊളയില്? ഉറങ്ങിപ്പോയി. ഞാൻ അതിനാണ് കിടന്ന് വിളിക്കണത്. ഇറങ്ങേണ്ട സ്ഥലമാകുമ്പെങ്കിലും ഉണർന്നിരിക്കണ്ടേ? കേറിയപ്പോ തൊട്ട് ഉറങ്ങിയാണ്. ഇല്ല, അയാൾ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങാൻ പറ്റുള്ളൂ. ഈ സ്റ്റോപ്പ് കഴിഞ്ഞു പോയിന്ന്. അയാൾ ഈ പ്രായമുള്ള മനുഷ്യനല്ലേ? അയാൾക്ക് പ്രായം ഞാനെന്ത് ചെയ്യാൻ പറ്റുന്നു? എന്തൊച്ചിടെ ഒരു മനുഷ്യനെ പോലെ പെരുമാറും, എന്ത് മൃഗത്തെ പോലെ പെരുമാറുന്നത്? ഞാൻ എന്റെ മനുഷ്യനെ പോലെ തന്നെ പെരുമാറുന്നത്. ഇറങ്ങിയിട്ട് പോയാൽ മതി. അയാൾ ഇവിടെ ഇറങ്ങണില്ല. ഇറങ്ങൂല. ബെല്ലേ തൊട്ട് കളിക്കരുത്. ഞങ്ങളുടെ കാര്യം കുറെ നേരം ഈ ബസ്സിൽ ആൾക്കാർ മുഴുവൻ പ്രതികരിച്ചോണ്ടിരിക്കുക. താൻ ആരോടും എന്നെ പഠിപ്പിക്കാൻ അധ്യാപകനെ തന്റെ സ്കൂളിൽ പോയി പഠിപ്പിക്കണോ? താൻ എന്നെ പഠിപ്പിക്കാൻ പറ്റില്ല. സംസ്കാരം. വണ്ടി ഇറങ്ങാണ്ട് ആളിറങ്ങാണ്ട് ഇറങ്ങിപ്പോ.
ഞാൻ ഇറക്കിക്കോളൂ. കൈവിട് ചെല്ലി ഇതോ, വേഗം ഇറങ്ങ് ഇതോ, ഇറങ്ങങ്ങാട് ഇറക്കിക്കോളെന്ന് പറഞ്ഞില്ലേ? അങ്ങാടെ ഇറങ്ങുന്നത് എനിക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങതാണ് ഇതില് പണിയെടുക്കും. ഇപ്പൊ തന്നെ താനാ നാളെ ഇപ്പൊ തന്നെ താനാ നാളെ ഈ ബസ്സിൽ ഈ കണ്ടക്ടർ ആയിട്ടുണ്ടാവും. നീ പോണോ എനിക്കുള്ള പണി വേണ്ട, കളിക്കാൻ നിൽക്കല. കണ്ടൂരെ ഇങ്ങനത്തെ എനിക്ക് പറ്റിയോ? പറ്റിയില്ല. നമുക്കേ അവനൊരു പാഠം പഠിപ്പിക്കണം. ഇത് ഇവന്മാരെ സ്ഥിര ഇടപാടാണ്. കളക്ടർ അടുത്ത് പോയിട്ട് നമുക്ക് പെറ്റീഷൻ കൊടുക്കണം. ഞാൻ ഉറങ്ങിപ്പോയതാണ് പോലെ. അത് കുഴപ്പമില്ല, നിങ്ങൾ എന്റെ കൂടെ വന്നാൽ മതി. ഞാൻ ജോലിക്ക് പോകുന്നില്ല, ഞങ്ങളെ കൂടെ നിൽക്കും. വരി, ഓട്ടോസിക്ക് പോവാം. സത്യ രാഘവന്റെ ബെല്ല് കൊടുക്കല് കഴിഞ്ഞു. ഇനി പ്രോഗ്രാം തുടങ്ങാം. PSC പരീക്ഷയ്ക്ക് 1ാം റാങ്ക് നേടിയ വിദ്യാർത്ഥി നേതാവിന് യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ വട്ടപൂജ്യം. അവനെ നാളത്തെ മന്ത്രിയാ. ഗ്യാസ് വണ്ടി വരുന്നുണ്ട്. നാട്ടുകാർ ഗ്യാസ് ഇല്ലാണ്ട ബുദ്ധിമുട്ടുക. ഇവിടെ ഒരു ഗ്യാസ് വേണ്ടി തെക്കും പുറത്താണ്. എന്താ പണ്ടതാ പോയോ? വെറുതെ അടുപ്പ് ഇരിക്കാന്നേ ഉള്ളൂ, ഒരു കാര്യമില്ല. അതെ, കാലൊന്നും മാറ്റി നോക്കി. ഇനിയിപ്പോ എവിടേക്ക്? നിങ്ങളുടെ കാലല്ലാന്ന് എന്റെ കാല്. അങ്ങടല്ല ഇങ്ങട്. മതിയോ? അങ്ങനത്തെ കൈ ഉടങ്ങനെ വെക്കുക, അതൊരു സുഖമാണ്. കേട്ടോ, വൃദ്ധനെ സ്റ്റോപ്പിൽ ഇറക്കാത്ത കണ്ടക്ടർക്കെതിരെ പരാതി. പരാതി കൊടുത്തിട്ട് എന്താ? അല്ല, പരാതി എടുത്ത് കാര്യമുണ്ട്. പരാതി കിട്ടിയ കലക്ടർ RTOക്ക് അന്വേഷണ ചുമതല നൽകുകയും ചെയ്തു. പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയ RTO ബസ് പിടിച്ചെടുക്കുകയും ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും ലൈസൻസ് മരവിപ്പിക്കുകയും ചെയ്തു. അപ്പൊ പരാതി കൊടുത്താൽ എന്തെങ്കിലും നടക്കുമല്ലേ? സത്യസന്ധരായ ചില ഓഫീസർമാരുണ്ട്, അവര് വിചാരിച്ചാൽ നടക്കും. അതെ സുഖേട്ടാ, വല്ല തോർത്തോ കയറെന്തേലും എടുത്ത് കെട്ടണം. സിസ്റ്ററെ വിളിച്ചാലോ? എന്നാ മന്മഥനൊരു കാര്യം ചെയ്യേ, 2 കാലും പൊക്കി വെച്ച് ഇങ്ങനെ കിടന്നോ, കുറച്ചൊരു സമാധാനം ഉണ്ടാവും.